നമസ്കാരം. പശ്ചിമ ബംഗാളിലെ 152 മണ്ഡലങ്ങളിൽ ഇന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ വാർത്തകളിൽ നിറയുന്നത് വോട്ടർമാരുടെ ആവേശമല്ല, തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിടുന്ന ഭീകരതയാണ്. മുർഷിദാബാദിലെ ദോങ്കൽ, നവോഡ തുടങ്ങിയ മേഖലകളിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ഏതൊരു ഭാരതീയന്റെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. വോട്ട് ചെയ്യാൻ ലൈനിൽ നിന്ന സാധാരണക്കാരെ ബൂത്തിലേക്ക് കടത്തിവിടാതെ തൃണമൂൽ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു. മമതയ്ക്കല്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട എന്ന തൃണമൂലിന്റെ ധിക്കാരത്തിന് നേരെ കേന്ദ്രസേനയ്ക്ക് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബംഗാൾ സാക്ഷ്യം വഹിച്ചത് ഭീകരമായ ആക്രമണങ്ങൾക്കായിരുന്നു. അന്ന് നിരവധി BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടു, നൂറുകണക്കിന് വീടുകൾ തകർക്കപ്പെട്ടു. അന്ന് കാണിച്ച അതേ കാടത്തം 2026 ആവർത്തിക്കാൻ ശ്രമിക്കുന്ന തൃണമൂലിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. പരാജയ ഭീതി പൂണ്ട ഒരു ഭരണകൂടം എത്രത്തോളം തരം താഴും എന്നതിന്റെ ഉദാഹരണമാണിത്. സ്വന്തം ജനതയ്ക്ക് നേരെ ഗുണ്ടകളെ തുറന്നുവിടുന്ന ഒരു മുഖ്യമന്ത്രി ജനാധിപത്യത്തിന് അപമാനമാണ്. ബംഗാൾ മടുത്തിരിക്കുന്നു, മാറ്റം അനിവാര്യവുമാണ്. അതിർത്തി വഴി കടന്നുവരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കിനായി ഉപയോഗിക്കുന്ന മമതയുടെ തന്ത്രം ഇത്തവണ നടക്കില്ല. അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ പ്രഖ്യാപിച്ചതുപോലെ BJP അധികാരത്തിൽ വന്ന ഓരോ നുഴഞ്ഞുകയറ്റക്കാരനും തിരിച്ചടി ഉണ്ടാകും. വോട്ടിനു വേണ്ടി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കുന്ന മമതയുടെ നയം ബംഗാളിനെ ഒരു സുരക്ഷാ ഭീഷണിയാക്കി മാറ്റിയിരിക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ തൃണമൂൽ നേതാക്കൾക്ക് ഇത്തരം ഗ്രൂപ്പുകളുമായുള്ള ബന്ധം പലതവണ വ്യക്തമായതാണ്. ബംഗാളിൽ അക്രമം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി മൗനം പുലർത്തുകയാണ്. വിദേശ മണ്ണിൽ പോയി ഇന്ത്യയെ അപമാനപ്പെടുത്തുന്ന രാഹുൽ സ്വന്തം സഖ്യകക്ഷിയായ തൃണമൂൽ നടത്തുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കേരളത്തിൽ ഇടതിനെതിരെ പ്രസംഗിക്കുകയും ബംഗാളിൽ ഇടതിനെയും മമതയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ രാഷ്ട്രീയം വെറും അവസരവാദമാണ്. 2021 2024 തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ BJP നേടിയ മുന്നേറ്റം രാഹുലിനെയും കൂട്ടരെയും ഭയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം മെയ് 4 മാറാൻ പോവുകയാണ്. BJP മുന്നോട്ട് വെച്ച പ്രകടന പത്രിക വെറും ഒരു കടലാസല്ല, ഓരോ മലയാളി കുടുംബത്തിന് നൽകുന്ന ഉറപ്പാണ്. കേരളത്തിലെ അഴിമതിയുടെ പര്യായമായ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ BJP വാഗ്ദാനം ചെയ്യുന്നത് AI അധിഷ്ഠിത സുതാര്യ ഭരണമാണ്. ലൈഫ് മിഷനിലും K-ഫോണിലും നടന്ന അഴിമതികൾ ഇനി ആവർത്തിക്കില്ല. BPL കുടുംബങ്ങളിലെ ഓരോ വീട്ടമ്മയ്ക്കും പ്രതിമാസം 2500 രൂപ നൽകുന്ന ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, ഇത് മോദി നൽകുന്ന ഗ്യാരണ്ടിയാണ്. കർഷകരെ വഞ്ചിച്ച ഇടതു വലതു മുന്നണികൾക്ക് വിപരീതമായി റബ്ബർ വില 250 രൂപയാക്കി ഉയർത്തുമെന്ന BJPയുടെ ഉറപ്പ് മധ്യ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു. ഇടത് സർക്കാർ പെൻഷൻ മുടക്കുമ്പോൾ BJP അത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. കേരളം ഇന്ന് കടക്കെണിയിലാണ്. കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ BJPയും വന്നാൽ മാത്രമേ കേരളത്തിന് രക്ഷയുള്ളൂ. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല. കേരളത്തിലും ബംഗാളിലും വേരുകളാഴ്ത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെ NIA തകർത്തുകൊണ്ടിരിക്കുകയാണ്. 2025 26 കേരളത്തിൽ നടന്ന NIA റെയ്ഡുകൾ സൂചിപ്പിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിലൂടെ തീവ്രവാദത്തെ വളർത്തുന്ന ഇടതു വലതു ശൈലി എത്രത്തോളം ഭീകരമാണ് എന്നതാണ്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഭാരതത്തിന്റെ അഖണ്ഡതയും സമാധാനവും നിലനിർത്തണോ അതോ വിഘടനവാദികൾക്കും അഴിമതിക്കാർക്കും അടിയറവ് വെക്കണോ എന്നതാണ്. ബംഗാളിലെ തെരുവുകളിൽ നമ്മുടെ സഹോദരങ്ങൾ തല്ലിച്ചതയ്ക്കപ്പെടുമ്പോൾ, മമതയുടെ ഗുണ്ടകൾ ജനാധിപത്യത്തെ പരിഹസിക്കുമ്പോൾ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത ഇന്ത്യ സഖ്യത്തിന്റെ ഇരട്ടത്താപ്പ് നാം തിരിച്ചറിയണം. കേരളത്തിലും സ്ഥിതി മറിച്ചല്ല. പ്രീണന രാഷ്ട്രീയത്തിലൂടെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തി ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നവർ ഈ നാടിന്റെ സംസ്കാരത്തെയും സുരക്ഷയും അപകടത്തിലാക്കുകയാണ്. പാവപ്പെട്ടവന്റെ പെൻഷൻ മുടക്കുന്നവർക്കും നുഴഞ്ഞു കയറ്റക്കാർക്കും ചുവപ്പ് പരവതാനി വിരിക്കുന്നവർക്കും ഇനി ഈ മണ്ണിൽ സ്ഥാനമില്ല. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുന്ന എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അഴിമതിക്കും ആക്രമണത്തിനുമെതിരെ താമര വിരിയേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് അത്യാവശ്യവുമാണ്. ഭാരതം എന്നൊരു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെ മാത്രമല്ല കടന്നുപോകുന്നത്, രാജ്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ഒരു മഹായുദ്ധത്തിലാണ്. പശ്ചിമ ബംഗാളിലെ ഓരോ പോളിംഗ് ബൂത്തിൽ നിന്നും വരുന്ന ആക്രമ വാർത്തകൾ കേവലം രാഷ്ട്രീയ സംഘർഷങ്ങളല്ല, പതിറ്റാണ്ടുകളായി അവിടെ വേരുറപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പതനത്തിന് മുന്നുള്ള വെപ്രാളമാണ്. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിക്ക് ജനാധിപത്യത്തിലോ നിയമത്തിലോ വിശ്വാസമില്ലെന്ന് മുർഷിദാബാദിലെ തെരുവുകൾ ഇന്ന് വിളിച്ചു പറയുന്നു. സ്വന്തം പൗരന്മാർക്ക് നേരെ ഗുണ്ടകളെ തുറന്നുവിടുന്ന ഒരു ഭരണാധികാരി എങ്ങനെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യയാകുന്നത്? വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. എന്നാൽ ബംഗാളിൽ അത് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു പോരാട്ടമായി മാറിയിരിക്കുന്നു. ഇതാണോ മതി മാനുഷ് എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ ആക്രമണങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? ഉത്തരം ലളിതമാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ രാജ്യസുരക്ഷയേക്കാൾ വലുതാണ്.
രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്ന് വിലപിക്കുന്നു. എന്നാൽ സ്വന്തം സഖ്യകക്ഷി ബംഗാളിൽ BJP പ്രവർത്തകരെ വേട്ടയാടുമ്പോൾ രാഹുൽ ഓടി ഒളിക്കുന്നു. ഈ ഇരട്ടത്താപ്പാണ് ഭാരതം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തുകയും നുഴഞ്ഞുകയറ്റക്കാർക്ക് ആധാർ കാർഡും റേഷൻ കാർഡും നൽകി അവരെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്യുന്ന മമതയുടെ തന്ത്രം രാജ്യത്തിന്റെ സുരക്ഷയാണ് ബാധിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ബംഗാൾ ഒരു സുരക്ഷിത താവളമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ സ്ഥിതി ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. പ്രീണന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് നാം ഇവിടെ കാണുന്നത്. ഒരു വശത്ത് ഇസ്ലാമിസ്റ്റ് വോട്ടുകൾക്കായി മത്സരിക്കുന്ന ഇടത് വലത് മുന്നണികൾ, മറുവശത്തെ വികസന സ്വപ്നം കാണുന്ന സാധാരണ ജനത. കേരളത്തിലെ യുവാക്കൾ ഇന്ന് നാട് വിടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ തൊഴിലില്ല, വ്യവസായങ്ങളില്ല, അഴിമതി മാത്രം മിച്ചം. ലൈഫ് മിഷനിലും K-ഫോണിലും നടന്ന പകൽക്കൊള്ളകൾ നമ്മൾ മറക്കരുത്. പാവപ്പെട്ടവന്റെ പെൻഷൻ മുടക്കി ആഡംബരം നടത്തുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ജനകീയമാകുന്നത്? ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന ആശയം പ്രസക്തമാകുന്നത്. സത്യം വിളിച്ചു പറയാൻ മടിക്കുന്ന മാധ്യമങ്ങൾക്കിടയിൽ നമ്മൾ തത്വമയി ന്യൂസ് ജനങ്ങളുടെ ശബ്ദമായി മാറുകയാണ്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പറയേണ്ട സമയമാണിത്. സാംസ്കാരിക അധിനിവേശത്തിനെതിരെയും വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാവകളായി മാറുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും നാം ജാഗ്രത പാലിക്കണം. ഭാരതത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം മാത്രമേ ഈ നാടിനെ രക്ഷിക്കൂ. നരേന്ദ്രമോദി എന്ന ആഗോള നേതാവ് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര ശത്രുക്കളെ നാം തിരിച്ചറിയണം. ഭാരതത്തെ സ്നേഹിക്കുന്ന, സനാതന ധർമ്മത്തെ ആദരിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് BJPക്കൊപ്പം അണിനിരക്കുന്നത് ഒരു മികച്ച നാളേക്ക് വേണ്ടിയാണ്. ബംഗാളിലെ ചോര പുരണ്ട തെരുവുകളിൽ നിന്ന് നാം കേൾക്കുന്ന വിലാപങ്ങൾ വെറും ഒരു രാഷ്ട്രീയ പരാജയത്തിന്റെ ശബ്ദം മാത്രമല്ല, ദശാബ്ദങ്ങളായി അവിടെ വേരുറച്ച അക്രമ രാഷ്ട്രീയത്തിന്റെ അന്ത്യകൂദാശ കൂടിയാണ്. മമതാ ബാനർജിയുടെ ഗുണ്ടാപ്പടയെ നേരിട്ടുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്ന ആ അമ്മമാരും സഹോദരിമാരും നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇനി ഞങ്ങളെ ഭയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല എന്നതാണത്. ജനാധിപത്യത്തിന്റെ പവിത്രതയെ കശാപ്പ് ചെയ്യുന്ന തൃണമൂൽ ഭരണകൂടത്തിന് ഭാരതത്തിന്റെ ചരിത്രം നൽകാൻ പോകുന്ന ശിക്ഷ അതീവ കഠിനമായിരിക്കും. ബംഗാളിൽ വിരിയുന്ന ഓരോ താമരയും അഴിമതിയുടെയും അടിച്ചമർത്തലിന്റെയും അന്ധകാരത്തിൽ നിന്ന് ആ സംസ്ഥാനത്തെ മോചിപ്പിക്കാനുള്ള പ്രകാശ കിരണങ്ങളാണ്. മറുഭാഗത്ത് കേരളത്തിന്റെ മണ്ണിൽ നാം കാണുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ അവസാന നാളുകളാണ്. ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്റെ കോട്ടയാക്കി മാറ്റിയ ഇടത് വലത് മുന്നണികൾക്ക് ഇനി ജനങ്ങളെ വഞ്ചിക്കാനാവില്ല. അമ്പലക്കൊള്ള നടത്തുന്നവർക്കും, പാവപ്പെട്ടവന്റെ റേഷൻ മോഷ്ടിക്കുന്നവർക്കും, കർഷകന്റെ കണ്ണുനീരിൽ ലാഭം കൊയ്യുന്നവർക്കും, രാജ്യവിരുദ്ധ ശക്തികൾക്ക് താവളമൊരുക്കുന്നവർക്കും കേരളം മാപ്പ് കൊടുക്കില്ല. വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ പിന്നിലായി പോയിരിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദി എന്ന വിശ്വഗുരുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളം പുതിയൊരു സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ വിദേശങ്ങളിൽ പോയി ഭാരതത്തെ തള്ളിപ്പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അപമാനിക്കുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെയാണ്. അധികാരത്തിന് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളുമായി സന്ധി ചെയ്യുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കായി പോറ്റുന്നവർക്കും രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി നൽകിയും മോദി സർക്കാർ തെളിയിച്ചത് ഭാരതം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വൻ ശക്തിയാണെന്നാണ്. മെയ് 4 പ്രഭാതം കേരളത്തിലും ബംഗാളിലും ഒരു പുതിയ ചരിത്രം കുറിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.